Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്യാത്ത കുറച്ച് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ്. നമുക്ക് ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. ആദ്യത്തേത് സ്കിൻ കെയർ ബോഡി കെയറും രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ മേക്കപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ആവാത്ത അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അത് ഫേവറേറ്റ് ആയിരിക്കും. ഇതൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്ന് മാത്രം വിചാരിക്കുക. ഇതൊരു ഗൈഡായിട്ട് മാത്രം വിചാരിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അപ്പുറത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇത്ര നേരം അത്ര വലിയ പണി നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കൊട്ടലുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ ഭയങ്കര കൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോഴേക്കും വരും. വൈകുന്നേരം ഒരു 7:30-8 മണി വരെ അവർക്ക് പണിയുണ്ട്. രാത്രി മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഡിന്നർ കുക്ക് ചെയ്യേണ്ട സമയവും രാത്രി റിലാക്സ് ചെയ്യേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഇരുന്ന് ഈ മേക്കപ്പൊക്കെ ചെയ്തിരുന്ന ഷൂട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് രാവിലെ മാത്രമേ ഓപ്ഷനുള്ളൂ. ഈ ഒരു കൺസ്ട്രക്ഷൻ തീർന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ ഇനി ഒരു വീഡിയോ പോലും നമുക്ക് ഇടാൻ പറ്റില്ല ഒരു 2 വർഷത്തേക്ക്. സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിരുന്നത് എൻകഫേൻ്റെ ഈ ഒരു സ്കാൽപ്പ് സ്ക്രബാണ്. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ പ്രൊഡക്റ്റാണ്. എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത് ഒന്നാമത്തെ കോഫി സ്ക്രബാണ്. നമുക്ക് നല്ല കോഫി മണം വരുന്നുണ്ട്. അത് നല്ലതാണ് കേട്ടോ. ഇപ്പോഴും നല്ല കോഫി മണം വരുന്നുണ്ട്. ഞാനത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കി. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്താൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് ഇത് വർക്ക് ആവുന്നേ ഇല്ല. ഇത് നല്ല എൻ്റെ മുടി ഭയങ്കര സൂപ്പർ ഡ്രൈ ആക്കുന്നുണ്ട്. അതേമാതിരി ഒട്ടും സ്കാൽപ്പ് സ്ക്രബല്ലേ, നമ്മുടെ സ്ക്രബിങ് വർക്ക് ചെയ്യുന്നേ ഇല്ല. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള കോഫി ഗ്രാന്യൂൾസ് ആണ് ഉള്ളത്. ഡാൻഡ്രഫ് മാറ്റാനോ നമ്മുടെ ബോഡി സ്ക്രബ് എന്തിനാണോ അതിൻ്റെ വേറൊരു ഫോമാണ് നമ്മുടെ തലയിലേക്ക് ഹെയർ സ്ക്രബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് എന്നാണ് പറയുന്നതെങ്കിലും ഇതൊട്ടും വരുന്നില്ല. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഗ്രാന്യൂൾസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് ആ ഗ്രാന്യൂൾസ് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ഹെയറിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആ സ്ക്രബ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നന്നായിട്ട് ആ ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നില്ല. ഇത് എനിക്ക് മാത്രമല്ല, ഹരിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഹരിക്കും ഇഷ്ടമായില്ല. നല്ല ഗ്ലാസ് ബോട്ടിലാണ്, നല്ല മണമുണ്ട്, നല്ല കോഫി മണമാണ് വരുന്നത്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയും പകുതിയോളം പ്രൊഡക്റ്റ് ബാക്കിയുണ്ട്. ഇങ്ങനെ കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഇത് വർക്ക് ആവുന്നില്ല. ഏകദേശം കുറച്ച് പ്രൈസി വേണമെന്ന് എനിക്ക് തോന്നി. 600 റുപ്പീസോളം ഈ ഒരു ബോട്ടിലിന് പ്രൈസും ഉണ്ട്. 250 grams ആണ് പ്രൊഡക്റ്റ് വരുന്നത്. എനിക്ക് വർക്കായില്ല. ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ മാറ്റി കളയാനും മനസ്സ് വരാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മളിപ്പോൾ ഹെയർ കെയർ പ്രൊഡക്ട്സിൽ തുടങ്ങിയതുകൊണ്ട് രണ്ടാമത്തതും ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റാണ്, ഒരു ഷാംപൂ ആണ്. ഈ ഒരു ഷാംപൂ കാണിച്ചു തരുന്നതിന് മുന്നേ ഈ ഒരു ബ്രാൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഈ ഒരു ബ്രാൻഡ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അറിയും. എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ്. ഇതിലത്തെ മിക്ക പ്രോഡക്റ്റുകളും എൻ്റെ ഫേവറേറ്റ് ആണ്. നമ്മൾ ഇതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വർക്ക് ആയതേ ഇല്ല. ഞാനിപ്പോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. പ്രൊഡക്റ്റ് ഇതാണ്, ജ്യൂസി കെമിസ്ട്രിയുടെ ഡെയിലി യൂസ് മോയ്സ്ചറൈസിങ് ഷാംപൂ ആണ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാംപൂ ആണ് എന്നിട്ട് വാങ്ങിയതാണ്. അത്ര പ്രൈസി ഒന്നുമല്ല, 400 റുപ്പീസോ അതിൽ താഴെയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസിങ് ഡെയിലി യൂസ് ഷാംപൂ ഇത് വേവി കേർലി ഹെയർ ഫ്രണ്ട്ലി ആണ്. ഇതിൽ റൈസ് വാട്ടർ, ഓട്സ് മിൽക്ക് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. നിങ്ങൾക്കറിയാം ജ്യൂസി കെമിസ്ട്രി എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. എൻ്റെ എല്ലാ പ്രൊഡക്റ്റും ജ്യൂസി കെമിസ്ട്രിയുടെ ഒരു 4-5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വർക്ക് ആയതേയില്ല. ഈ ഒരു ഷാംപൂ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി ശരിക്കും ചകിരി മാതിരിയായി. അത്ര ഡ്രൈ ആയി, ഭയങ്കര ഡ്രൈ ആയി കേട്ടോ. ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡ്രൈ ആയി. തൊടുമ്പോൾ തന്നെ വല്ല വടി പോലെ നിൽക്കുമായിരുന്നു. സോ ഞാനിതിപ്പോൾ മേക്കപ്പ് ബ്രഷ് കഴുകാനാണ് എടുക്കുന്നത്. മേക്കപ്പ് ബ്രഷ് പോലും ഇപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് മാറിയിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കണം.
അത്ര ഡ്രൈ ആയിട്ടുണ്ട്. എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വർക്കായില്ല. കുറച്ച് സങ്കടത്തോടെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തിയത്. പക്ഷേ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ കൂടെ. അതുകൊണ്ട് മാത്രം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്താണ്. ഓക്കെ, അടുത്തത് കാണിച്ചു തരുന്നത് ഒരു ബോഡി കെയർ ആണ്, അല്ലെങ്കിൽ ഒരു ഡിയോഡ്രൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ബ്രാൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അത്ര വർക്കായില്ല. ഇത് പ്ലമ്മിൻ്റെ ഡിയോഡറൈസിങ് പിറ്റ് ക്രീമാണ്. ഇത് നമ്മൾ ഒരു ഡബയിലാണ് വരുന്നത്. ഇത് വാനില എന്ന് പറയുന്ന ഫ്ലേവറിലാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ പ്രോഡക്റ്റ് ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ഭയങ്കര സട്ടിലായിട്ടാണ് ഒന്നാമത് വാനില മണം വരുന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്രയും മണം നിൽക്കുന്നില്ല. ഒരു മാക്സിമം 1 hour നമുക്ക് ഈ ഒരു മണം സ്റ്റേ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇത് നമ്മുടെ അണ്ടർആംസിൽ ഒരു വൈറ്റ് പാച്ച് മാതിരി കിടക്കുന്നുണ്ട്. സോ ഞാൻ ഇതിൻ്റെ വലിയൊരു ഫാൻ അല്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഞാൻ പ്രോഡക്റ്റ് അധികം ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഒട്ടും ബ്ലെൻഡബിൾ അല്ല, കുറച്ച് പാച്ചി ആയിട്ടും എനിക്ക് തോന്നി. സോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പിറ്റ് ഡിയോഡറൈസിങ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. നല്ല ബാം കൺസിസ്റ്റൻസിയിലൊക്കെയാണ്, ലോഷൻ മാതിരിയുള്ള ടെക്സ്ചറിലൊക്കെ ആണെങ്കിൽ ഇത് നന്നായിരുന്നു. നല്ല മണം, വാനിലയുടെ മണം. ഇവിടെ പെർഫ്യൂം, വാനില പെർഫ്യൂം എൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ കയ്യിലുണ്ട്. നല്ല പെർഫ്യൂമാണ്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വർക്കായില്ല കേട്ടോ. ഡിയോഡറൻറ്റ് ക്രീം, ഡിയോഡറൈസിങ് പിറ്റ് ക്രീം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു, സോറി പ്രൈസ് അതിൽ എഴുതി കാണാനില്ല, കാർട്ടണിലാണോ എൻ്റെ പ്രൈസ്. ഞാൻ പ്രൈസ് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെനിക്ക് വർക്ക് ആവാത്തൊരു പ്രോഡക്റ്റാണ്. അടുത്തത് കാണിച്ചു തരുന്ന 2 പ്രോഡക്റ്റും ക്ലെൻസിങ് ഓയിൽ, ക്ലെൻസിങ് ബാം, നമ്മുടെ ഫേസ് ക്ലെൻസിങ്ങിന് പറ്റ ഒരു പ്രൊഡക്റ്റുകളാണ് രണ്ടും. ആദ്യത്തെ പ്രൊഡക്റ്റ് ഇത് ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ക്ലെൻസിങ് ഓയിലാണ്. ഇത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാനും ഇത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇത് ഞാനത് എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ പിറ്റേ ദിവസം എനിക്കൊരു പിമ്പിൾ വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലെൻസിങ് ഓയിൽ എൻ്റെ മുഖത്തിന്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കിന്നിന് ചേരുന്നില്ല. കുറേ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ലാസ്റ്റ് ഒരു പൊടി മാത്രമേ പ്രൊഡക്റ്റ് ബാക്കിയുള്ളൂ. ഞാനിത് മാക്സിമം യൂസ് ചെയ്ത് നോക്കി. പിന്നെയും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാനായാലും സൺസ്ക്രീൻ റിമൂവ് ചെയ്യാനായാലും ഒക്കെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇതെനിക്ക് വർക്ക് ആയതേ ഇല്ല. അതുകൊണ്ട് ഇത് എൻ്റെ ഇനി തൊട്ട് ഞാൻ വാങ്ങാത്ത ഒരു ലിസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത പ്രോഡക്റ്റ് ഇത് കുറച്ച് സംസാരിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇത് എൻ്റെ ഫോർത്തോ ഫിഫ്ത്ത് പർച്ചേസ് ആണ്. ഇത് എർത്ത് ക്ലെൻസിങ് ബാമാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, കണ്ടോളൂ. പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണെങ്കിൽ ഇത് എർത്ത് ക്ലെൻസിങ് ബാം ആദ്യത്തെ 2-3 ഡബ്ബ വാങ്ങിയത് നല്ല ക്ലെൻസിങ് ബാം ആയിരുന്നു. നന്നായിട്ട് മെൽട്ടാവും. ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്താൽ മതി. നല്ല ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓയിൽ ഫോമിലേക്ക് മാറിയിട്ട് നമ്മുടെ മേക്കപ്പ് ആയാലും സൺസ്ക്രീൻ ആയാലും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഏതോ ഒരു പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഏതോ ഒരു പാക്കേജിങ്ങിനോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരുന്നതേ ഇല്ല. കാരണം യൂസ് ചെയ്യാത്തതുകൊണ്ട് തീരാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. ഇത് നമ്മൾ കയ്യിലെടുത്ത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയും. നമുക്ക് ആ ഒരു ഓയിൽ ഫോമിലേക്ക് അത് മാറ്റുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് തുടച്ചെടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് സ്കിന്നൊക്കെ വേദനിക്കുന്ന പോലെ തോന്നും. അത്ര ഹാർഷായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ കേട്ടു പുതിയ ഫോമുല വളരെ നന്നായിട്ടുണ്ട്. ഒരു പുതിയ റീഫോമുലേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. പക്ഷെ ഇത് നമുക്ക് പല വേരിയൻസിൽ പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും വാങ്ങുന്നത്, ഞാൻ 2-3 ഫ്ലേവേഴ്സ് വാങ്ങി നോക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വർക്ക് ചെയ്തു. ഇതും ആദ്യത്തെ ഡബ്ബ ഞാൻ വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യത്തല്ല 2 ഡബ്ബ വാങ്ങിയതൊക്കെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത നല്ല ഈസി ആയിട്ട് ബ്ലെൻഡായി പോകുന്ന ഒരു ക്ലെൻസിങ് ബാം ആയിരുന്നു. ഇത് ഞാൻ ഏതാ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇത് എർത്ത് ക്ലെൻസിങ് ബാം ആണ്. ഓക്കെ, സോ അവർ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. സോ ഈ ഒരു ക്ലെൻസിങ് ബാം ഈ ഒരു ഡബ്ബയാണോ എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇതെനിക്ക് ഇപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വർക്കായില്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഏതൊക്കെ പ്രൊഡക്റ്റാണ് വർക്ക് ചെയ്യാതിരുന്ന ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.